ഭൂമിയിലെ ജീവജാലങ്ങളുടെ ചരിത്രം മാറ്റിയെഴുതിയ സംഭവമാണ് 6.6 കോടി വർഷം മുമ്പുണ്ടായ ഛിന്നഗ്രഹപതനം. മെക്സിക്കോയിലെ യൂക്കറ്റാൻ പെനിൻസുലയിലെ ചിക്സ്ലബ് എന്ന സ്ഥലത്ത് പതിച്ച ഉൽക്ക ദിനോസോറുകൾ ഉൾപ്പെടെ അക്കാലത്ത് 75% ജീവജാലങ്ങളെ തുടച്ചു നീക്കി. ഭൂമിയിലെ 5ാമത്തെ കൂട്ടവംശനാശമാണിത്. അന്ന് ഭൂമിയിൽ പതിച്ച ഛിന്നഗ്രഹത്തിൻ്റെ രാസഘടന വിശദമാക്കുകയാണ് സയൻസ് ജേണലിൽ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ഗവേഷണ പഠനം. സൗരയൂഥത്തിൻ്റെ ഉത്ഭവകാലത്തെ വസ്തുക്കൾ അടങ്ങിയ അപൂർവമായ കളിമൺ നിറഞ്ഞ അതിഭീമൻ മൺകട്ടയായിരുന്നു ദിനോസോറുകളെ തുടച്ചു നീക്കിയ ഉൽക്കയെന്ന് പഠനം പറയുന്നു. ദിനോസോറുകളുടെ കൂട്ടവംശനാശത്തിലേക്ക് നയിച്ചത് ഒരു ഭീമൻ ബഹിരാകാശ ശിലാപതനത്തിലൂടെയാണെന്ന് അനുമാനത്തിലെത്തുന്നത് 1980-ലാണ്. അന്ന് ഛിന്നഗ്രഹത്തെ അതേ രൂപത്തിൽ കണ്ടെത്താൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല. പകരം ലോകത്തുടനീളം പാറകൾക്ക് മുകളിലായി ഇറിഡിയം ലോഹത്തിൻ്റെ 6.6 കോടി വർഷം പഴക്കമുള്ള നേർത്ത പാളി അവർ കണ്ടെത്തി. ഭൂവൽക്കത്തിൽ ഇറിഡിയം അപൂർവമാണ്. എന്നാൽ അത് ചില ഉൽക്കകളിലും ഛിന്നഗ്രഹങ്ങളിലും സുലഭമായ വസ്തുവാണ്. വലിയൊരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ ആ അനുമാനത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ 1991-ൽ ചിക്സ്ലബ് ഗർത്തത്തിന് ദിനോസോറുകളുടെ വംശനാശകാലത്തിൻ്റെ അത്രയും പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തി. തുടർന്ന് നടത്തിയ പഠനങ്ങളിലാണ് അന്നുണ്ടായ ഛിന്നഗ്രഹ പതനത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് ശാസ്ത്രലോകം എത്തിയത്. 9.7 മുതൽ 14.5 കിലോമീറ്റർ വ്യാസമുണ്ടായിരുന്ന അതിഭീമൻ ഛിന്നഗ്രഹമായിരുന്നു അത്. എവറസ്റ്റ് പർവ്വതത്തോളം വലിപ്പമുണ്ടായിരുന്ന ആ ഛിന്നഗ്രഹം സെക്കൻഡിൽ 25 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിച്ചിരുന്നത്. ഭൂമിയിൽ ഇത് പതിച്ചതിന് പിന്നാലെ അതിശക്തമായ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കോടിക്കണക്കിന് ആറ്റം ബോംബുകൾ പൊട്ടിത്തെറിച്ചതിന് സമാനമായ സ്ഫോടനമാണ് അന്ന് ഭൂമിയിലുണ്ടായത്. ആ പൊട്ടിത്തെറിയിൽ തന്നെ അതിവേഗമുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിലുണ്ടായി. സുനാമികൾ രൂപപ്പെടും. സമുദ്രത്തിലുടനീളം അത് അലയടിച്ചു. തീരപ്രദേശങ്ങൾ കടൽ മൂടി. ജലവും ശിലകളും അതിശക്തമായ ചൂടിൽ ബാഷ്പീകരിക്കപ്പെട്ടു. അതിശക്തമായ സ്ഫോടനത്തിൽ രൂപപ്പെട്ട പൊടിപടലങ്ങളും സൾഫർ സമ്പന്നമായ എയറോസോളുകളും വലിയ അളവിൽ അന്തരീക്ഷത്തിൽ കലർന്നു. ഭൂമി ഒന്നാകെ അവ വ്യാപിച്ചു. അത് സൂര്യപ്രകാശത്തെ തടഞ്ഞു. ഉൽക്കാപതനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സ്ഫോടനം മാത്രമായിരുന്നില്ല, പ്രകാശത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് വലിയ അളവിൽ താപനില താഴുന്നതിന് കാരണമായി. സസ്യങ്ങളിലും പ്ലവകങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കാതായി. അത് വലിയ രീതിയിൽ ഭക്ഷ്യശൃംഖലയെ ബാധിച്ചു. ആസിഡ് മഴ പോലുള്ള പ്രതിഭാസങ്ങളും ജീവജാലങ്ങൾക്ക് ഭീഷണിയായി. ഇരുട്ടും തണുപ്പും ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരിതങ്ങളുമാണ് 75% ജീവജാലങ്ങളുടെയും നാശത്തിലേക്ക് നയിച്ചത്. പ്ലവകങ്ങളെ ആശ്രയിച്ചിരുന്ന ജലജീവികളെയും അത് ബാധിച്ചു. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടങ്ങിയതോടെയാണ് സസ്തനികൾ പരിണമിച്ചതും മനുഷ്യരും മൃഗങ്ങളും ഉൾപ്പെടെ പലവിധ വിഭാഗങ്ങളും വളർന്നതും. പുതിയ പഠനത്തിൻ്റെ ഭാഗമായി ഡെൻമാർക്ക്, ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട മറ്റ് ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച 6.6 കോടി വർഷം പഴക്കമുള്ള ശിലാസാമ്പിളുകളിൽ ഇറിഡിയം, റുഥേനിയം ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. ലോഹം, ശില, കോൺട്രൈറ്റ് എന്നിവയിൽ നിർമ്മിതമായ 3 തരം ഛിന്നഗ്രഹങ്ങളാണുള്ളത്. കോൺട്രൈറ്റ് ഉൽക്കകളിൽ സമ്പുഷ്ടമായ പദാർത്ഥമാണ് റുഥേനിയം. ഇറിഡിയവും ഛിന്നഗ്രഹങ്ങൾ സുലഭമായി കാണുന്ന ലോഹമാണ്. ഭൂമിയിൽ പതിച്ച ഛിന്നഗ്രഹം കാർബണേഷ്യസ് കോൺട്രൈഡ് വിഭാഗത്തിൽപ്പെടുന്ന ഛിന്നഗ്രഹമാകാമെന്ന് ഗവേഷകനായ ഡോക്ടർ സ്റ്റീവൻ ഗോദരീസ് പറയുന്നു. ഇത്തരം ബഹിരാകാശ ശിലയിൽ ചിലപ്പോൾ വെള്ളവും കളിമണ്ണും ജൈവിക സംയുക്തങ്ങളും ഉണ്ടാവാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ബഹിരാകാശത്തെ ഭൂരിപക്ഷ ശിലകളും കാർബണേഷ്യസ് കോൺട്രൈറ്റുകളാണെങ്കിലും ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കാശിലകളിൽ 5% മാത്രമേ ഈ വിഭാഗത്തിൽപ്പെടുന്നു. 420 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചിക്സ്ലബിൽ ഛിന്നഗ്രഹം പതിച്ചത്. എന്നാൽ ഇനിയും ഭൂമിയും ഏതെങ്കിലും ഛിന്നഗ്രഹവും ഭ്രമണപാതയിൽ കണ്ടുമുട്ടിയേക്കാം. ഛിന്നഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഭാവിയിൽ വീണ്ടും ഒരിക്കൽ സംഭവിക്കാനിടയുള്ള ഛിന്നഗ്രഹ പതനത്തെ പ്രതിരോധിക്കാൻ മനുഷ്യന് സഹായകമായേക്കാം.